ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ്, പ്ലൈവുഡ്സ്, ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാടം മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. കാലവർഷം ശക്തമായതോടെ ഭീതിയിലായി ഷൊർണൂരിലെ ഒരു വയോധിക. കുന്നത്താഴത്ത് പട്ടികത്തൊടി വീട്ടിൽ 72 വയസ്സുള്ള പാഞ്ചാലിയമ്മയാണ് ഭീതിയോടെ കഴിയുന്നത്. ഷൊർണൂർ കുന്നത്താഴത്ത് പട്ടികത്തൊടി വീട്ടിൽ 72 വയസ്സുള്ള പാഞ്ചാലിയമ്മയുടെ വീട്ടിലേക്ക് നാരായണൻ എന്നയാളുടെ വീടിന്റെ മതിൽ ഇടിഞ്ഞു വീഴുകയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ ബുധനാഴ്ച പുലർച്ചെയോടെയാണ് വീടിന്റെ പൂമുഖത്തേക്ക് മതിലിടിഞ്ഞു വീണ് വലിയ കരിങ്കല്ലുകളും കോൺക്രീറ്റ് കഷ്ണങ്ങളും പതിച്ചത്. പൂമുഖത്തിന്റെ തൂണിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പാഞ്ചാലിയമ്മയുടെ വീടിനോട് ചേർന്ന് ചെറിയ അകൽച്ചയിലാണ് വലിയ ഉയരത്തിൽ ഇപ്പോൾ വേണമെങ്കിലും തകരുമെന്ന അവസ്ഥയിൽ ഈ മതിൽ നിൽക്കുന്നത്. മകൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഈ വീട്ടിൽ ഈ അമ്മ ഒറ്റയ്ക്കായിരിക്കും. കാലവർഷം ശക്തമായി വരുന്ന സാഹചര്യത്തിൽ ബന്ധപ്പെട്ട അധികാരികൾ പ്രശ്നത്തിൽ ഉടൻ ഇടപെട്ട് നടപടി സ്വീകരിക്കണമെന്നും മതിലിന്റെ ബാക്കി ഭാഗങ്ങൾ കൂടി ഇടിഞ്ഞു വീണാൽ വീടിന്റെ ചുമരിൽ ചെന്നാണ് പതിക്കുക. ഭീതിയോടെയാണ് താൻ ഈ വീട്ടിൽ ജീവിക്കുന്നതെന്നും ഈ 72-കാരിയായ അമ്മ പറയുന്നു. ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ താമസിക്കുന്നത്. ഇപ്പോൾ മക്കൾ വേറെ സ്ഥലത്ത് പഠിക്കുകയാണ്. അപ്പോൾ രാത്രി ഇതേപോലെ എന്തെങ്കിലും ഉണ്ടായിച്ചാൽ എനിക്കൊരു സേഫ്റ്റി വേണം, എൻ്റെ ജീവനും വീടിനും ഒക്കെ. പരാതി ഇതിൻ്റെ മുന്നേ കളക്ടർക്കും മുനിസിപ്പാലിറ്റിയിലൊക്കെ മുനിസിപ്പാലിറ്റിക്കാർ വന്ന് നോക്കി അന്ന് തന്നെ, എന്നിട്ട് നേരെ കെട്ടണം എന്നൊക്കെ പറഞ്ഞു പോയി. അവർ പറഞ്ഞ പോലെ ഒന്നും അവൻ കെട്ടിയില്ല. പിന്നെയാണ് ഷൊർണൂർ വിജയം വന്നത്. അവർ വന്നിട്ട് അതിനായിട്ട് സംസാരിച്ച് നമ്മളപ്പോൾ പിന്നെ പരാതി ഇല്ലാതെ കോംപ്രമൈസായിട്ട് പിന്നെ അവൻ കെട്ടിയതാണ്. 8 വർഷം കെട്ടാൻ പറഞ്ഞത്. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി നിർമ്മല, 31 വാർഡ് കൌൺസിലർ രജിത, മുനിസിപ്പൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷൈനി, ഓവർസിയർ കെസിയ എന്നിവർ പാഞ്ചാലിയുടെ വീട്ടിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. നിലവിലുള്ള മതിലിന്റെ ഉയരം കുറയ്ക്കണമെന്നും കൂടുതൽ കനത്തിൽ ബെൽറ്റ് സ്ഥാപിച്ച് പൊളിഞ്ഞ മതിൽ ഉറപ്പോടെ പുതുക്കി പണിയണമെന്നും അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷൈനി നാരായണനോട് ആവശ്യപ്പെട്ടു. അതേസമയം നാരായണനും മതിൽ പുതുക്കി പണിയാമെന്ന് നഗരസഭാധികൃതർക്കും പാഞ്ചാലിയുടെ കുടുംബത്തിനും ഉറപ്പു നൽകി. പ്രശ്നം ഉടൻ പരിഹരിക്കുന്നതിനുള്ള ഇടപെടലുകൾ നഗരസഭയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന് സ്ഥലം സന്ദർശിച്ച നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി നിർമ്മല പറഞ്ഞു. ഇപ്പോൾ നമ്മളെ നാരായണൻ എന്നവരുടെ വീട്ടിലുള്ള മതില്, വീടിൻ്റെ ഇടതുവശത്തുള്ള മതില് വീണിരിക്കുകയാണ്. പാഞ്ചാലി പട്ടികത്തൊടി എന്ന് പറഞ്ഞാൽ അവരുടെ വീടിൻ്റെ മേലേക്കാണ് വീണിരിക്കുന്നത്. ഒരു സിറ്റ് ഔട്ടിൽ കുറച്ച് ഡാമേജ് ഉണ്ടായിട്ടുണ്ട്. അതിന് നമ്മൾ മുനിസിപ്പൽ എഞ്ചിനീയറെ കൊടുന്ന് പരിശോധിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ നിർദ്ദേശപ്രകാരം അവിടെ കെട്ടി ഭദ്രാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഒരു അപകടം ഉണ്ടാവാത്ത വിധം. ന്യൂസ് ഡെസ്ക് CCV.